ഹായ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ദാ എൻ്റെ ആർട്ട് ക്രാഫ്റ്റ് ജേണൽ കിറ്റൊക്കെ പുറത്തെടുത്തു. ഈ ജേണൽ ബുക്ക് മേടിച്ച് വെച്ചിട്ടൊരു 2 മാസമായി. എന്നിട്ടൊരു 2 പേജ് ചെയ്തു. ഞാൻ റെഗുലറായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് മേടിച്ചത്. പക്ഷെ അതിനിടയ്ക്ക് പിന്നെ ഞാൻ ഭയങ്കര ബിസി ആയിപ്പോയി. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാനും പിന്നെ എൻ്റെ കുറച്ച് ആർട്ട് ഐഡിയാസും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ പിന്നെ നല്ല ബിസി ആയിട്ട് ഞാൻ കുറച്ച് നാളുകൾ ഇത് തൊട്ടിട്ടേയില്ല. പിന്നെ ഇപ്പോഴാണിത് പുറത്തെടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം എന്തായാലും ജേണലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ജേണൽ ചെയ്യുമ്പോൾ എൻ്റെ ക്രാഫ്റ്റിന് വേണ്ടി മേടിച്ച് വെച്ച പേപ്പർ ഇരിക്കുന്നുണ്ട്, ക്രാഫ്റ്റ് പേപ്പർ. അപ്പം എന്തെങ്കിലും അതുകൂടി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാൽ പിന്നെ ക്രാഫ്റ്റ് ജേണലിൽ ഉൾപ്പെടുത്തിയൊരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു പൂവ്, വേറെ ഒന്നുമില്ല, ഒരു സിമ്പിളായിട്ടൊരു ഫ്ലവർ. പണ്ട് ഞാനിത് ഉണ്ടാക്കാറുള്ള കൊറോണ ടൈമിൽ വെറുതെ ഇരുന്നപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പണി, മറ്റേ വാൾ ഡെക്കോസൊക്കെ ഉണ്ടാക്കിയിട്ട്. പക്ഷെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ചെയ്യാത്തതുകൊണ്ട് ഇത് ഫ്ലോപ്പായിരുന്നു. കുറേ പ്രാവശ്യം ചെയ്ത് ഫ്ലോപ്പായിട്ട് ലാസ്റ്റ് ഞാൻ വീഡിയോ ഒക്കെ വീണ്ടും എടുത്ത് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒരു ചെറിയ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അത് ജേണലിലേക്ക് ഒട്ടിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കി. എന്നിട്ട് ജേണലിൽ ഞാൻ ആകെ 2 പേജാണ് ചെയ്തേക്കുന്നത് 2 മാസം മുമ്പ്. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ അടുത്ത പേജ് എടുത്ത് പൂവൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് എന്തെങ്കിലും അപ്പോൾ മനസ്സിൽ തോന്നുന്ന എന്താണോ അത് എഴുതാം. അങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഒട്ടിച്ച് മാത്രം ചെയ്യാതെ ഞാൻ എന്തെങ്കിലും നമ്മളുടെ മനസ്സിലുള്ള ഇത് ഓരോ ഡേറ്റ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അന്ന് എന്താണോ നമ്മുടെ ഇതിലുള്ളത് അത് എഴുതാം, അങ്ങനെയുള്ള രീതിയിലാണ്. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഇത് എഴുതി. പിന്നെ അതങ്ങനെ എഴുതിയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഒട്ടിച്ചും ഇതൊക്കെ ചെയ്ത് കൊളാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഒരുപാട് സംഭവമൊന്നും ഒട്ടിച്ചില്ല. ആകെ ഒരു 2 സ്റ്റിക്കർ, ഇതെൻ്റെ സ്റ്റിക്കർ ബോക്സാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു സ്റ്റിക്കറും, ഒരു സിമ്പിളായിട്ടൊരു സ്റ്റിക്കറും, ഒരു സ്റ്റാമ്പ് പോലത്തെ ഇതൊക്കെ ഞാൻ മേടിച്ചതാണ് കേട്ടോ ഓൺലൈൻ. അത് മാത്രം കൊടുത്തോളൂ. പിന്നെ എൻ്റെ ഇതായിട്ട് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആ പൂവ് ഒട്ടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത്രയും ചെയ്ത് ജസ്റ്റ് അത്രയും മാത്രം വെച്ചിട്ട് ഞാൻ എൻ്റെ ജേണൽ പേജ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിൽ കൂടുതൽ ഡെക്കറേഷൻസ് ചെയ്താൽ കൊളായിപ്പോവും. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസ് ചെയ്യാമല്ലോ. അങ്ങനെ വിചാരിച്ചാൽ അത്രയും വെച്ച് എൻ്റെ ജേണൽ കംപ്ലീറ്റ് ചെയ്തു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.